നമ്മൾ ഇനി പോകുന്നത് എന്താണ് നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്നുള്ളത് പരിശോധിക്കാനാണ് സീറ്റ് നില. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആർക്കൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് അതൊക്കെ നമ്മൾ വിശദമായി തന്നെ ARന്റെ സഹായത്തോടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊപ്പം ചേരുന്നു R. ശ്രീജിത്ത്, PR പ്രവീണ, VS രഞ്ജിത്ത് എന്നിവർ. തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ ഇവരോട് അഭിപ്രായം ചോദിച്ചിരുന്നു. അവർ പറഞ്ഞ അഭിപ്രായങ്ങളിൽ ചിലത് ശരിയായി, ചിലത് ശരിയായില്ല. അപ്പോൾ അവരോട് അതേക്കുറിച്ച് തന്നെ ചോദിക്കാം. വെൽക്കം R. ശ്രീജിത്ത്, PR പ്രവീണ, VS രഞ്ജിത്ത്. PR പ്രവീണയിൽ നിന്ന് തുടങ്ങാം. PR പ്രവീണ 20 ചോദിച്ചു, 20 തന്നില്ല, തൃശ്ശൂരിങ് എടുത്തു. എന്ത് തോന്നുന്നു? ഒരുപക്ഷെ UDFന്റെ കണക്ക് കൂട്ടൽ അവർ 6 ടൈറ്റ് മത്സരം പ്രതീക്ഷിച്ചിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ 6-ൽ 2 ഈ പറഞ്ഞ ആലത്തൂരും തൃശ്ശൂരും തന്നെ ആയിരുന്നു. പിന്നെ ഒന്ന് ആറ്റിങ്ങലായിരുന്നു ഏറ്റവും ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. ആറ്റിങ്ങൽ അവസാന നിമിഷമെങ്കിലും കയറി വന്നു. ആറ്റിങ്ങലിൽ എന്തും സംഭവിക്കാമെന്നുള്ളൊരു ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. മാത്രവുമല്ല അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ K. മുരളീധരൻ ആദ്യം മുതൽ തന്നെ അവലോകന യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പരാതിയായി തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ സീറ്റുകളിൽ ഇപ്പോൾ പ്രശ്നം വന്ന സ്ഥിതിക്ക് എന്തായാലും നിലവിലെ അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിൽ ഈ 18 എന്നുള്ളത് ഒരു വില കുറച്ച് കാണേണ്ട കാര്യമേ അല്ല. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ അത് അങ്ങനെ തന്നെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചാൽ പാർട്ടിക്കുള്ളിൽ പല അഭിപ്രായം ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരത്തെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് പ്രചരണ രംഗത്തേക്ക് അത് ശക്തമായി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം മുതിർന്ന നേതാക്കൾ തന്നെ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും 18 സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ UDFനെ സംബന്ധിച്ചുള്ള അത്ര ചെറിയ സംഖ്യയല്ല. മാത്രവുമല്ല വോട്ട് വിഹിതം കൂടിയത് ഒരു സന്തോഷകരമായ കാര്യവുമാണ്. 41-ൽ നിന്നെടുത്ത് 110 നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായ ഒരു ഭൂരിപക്ഷം കാണിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടത്തിലേക്കുള്ള പോക്ക് എന്നുള്ള തരത്തിൽ വിലയിരുത്താനാകും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, അതിലും നേട്ടം കൊയ്യാനാകുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തരത്തിൽ വോട്ട് വിഹിതം കൂട്ടാനായി എന്നുള്ള കണക്കുകൂട്ടലിൽ കൂടിയാണ്. പക്ഷേ സുജയ നേരത്തെ അവതരിപ്പിച്ച കണക്കുകളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. BJP ഇവിടെ വേരൂന്നുന്നു എന്നുള്ള കാര്യമാണ്. അത് പലയിടങ്ങളിൽ, അതായത് കോൺഗ്രസിന്റെ നിയമസഭാ മണ്ഡലങ്ങളായ പാലക്കാട് ഉൾപ്പെടെ 3 ഇടങ്ങളിൽ 2ാം സ്ഥാനത്ത് ഇപ്പോഴുള്ളത് BJP ആണ്. അത് കോൺഗ്രസ് കുറച്ചു കാണുന്നില്ല, UDF കുറച്ചു കാണുന്നില്ല. അവിടങ്ങളിൽ എന്ത് നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാകും? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പ്രവീണ ഇപ്പോൾ സൂചിപ്പിച്ചത് നന്നായി. അതായത് പാലക്കാട്, ചേലക്കര രണ്ടിടത്തും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ തന്നെ പരീക്ഷിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? കാരണം ആലത്തൂരിൽ പ്രതീക്ഷിച്ച ഒരു വിജയം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതിരുന്ന ഒരു പരാജയം എന്ന് ചിലരെങ്കിലും വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടെ രമ്യ തന്നെ അങ്ങനെയുള്ള പ്രതികരണങ്ങളുമായി വരുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ചേലക്കരയിൽ ഒരു ഫസ്റ്റ് ചോയ്സ് അത് രമ്യ ഹരിദാസ് ആയിരിക്കുമോ? K. മുരളീധരനെ ഇനി വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടേക്ക് ഡിപ്ലോയ് ചെയ്യുമോ, അതോ KPCC പ്രസിഡന്റ് ആക്കുമോ? എന്തൊക്കെയാണ് ഇപ്പോൾ UDFനുള്ളിൽ, കോൺഗ്രസിനുള്ളിലൊക്കെ നടക്കുന്ന ആലോചനകൾ പ്രവീണ? ഈ പറഞ്ഞ പാലക്കാടും ചേലക്കരയിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഇതിൽ പാലക്കാട് ഷാഫിയെ വടകരയിലേക്ക് ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ കൊണ്ടുവരുമ്പോൾ ഷാഫിക്ക് ചില നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരുപക്ഷെ ജയിച്ചാൽ, ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അടുത്ത സ്ഥാനാർത്ഥി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആകണമെന്നുള്ളതിൽ ഷാഫിക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ടാണ് ആ കാര്യങ്ങളെല്ലാം സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ ഷാഫിയുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഷാഫിക്കൊപ്പം എപ്പോഴുമുള്ള ഷാഫിക്കയാണ് എന്ന് പറഞ്ഞിപ്പോഴും ഫേസ്ബുക്കിലേക്ക് ഇടാറുള്ള, എന്ത് പറഞ്ഞാലും ഷാഫിക്കയെ കൂട്ടുപിടിക്കുന്ന ഒരാളുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കണ്ണുവച്ചിരിക്കുകയാണ്. ഞാനത് റോഷിപാലിനോട് വിശദമായി ചോദിക്കാം. താങ്ക് യു പ്രവീണ.